മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലെ പ്ലംബിംഗ് വർക്കാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് 2 ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നത്, അതേപോലെ ഡൈവേറ്റർ സ്റ്റോക്കൊക്കെ എല്ലാം വെച്ച് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്യുന്നതാണ് വീഡിയോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈവേറ്റർ നമുക്ക് വരുമ്പോൾ 2 വേ ഡൈവേറ്ററാണ്. ഇതിൻ്റെ നമ്മൾ 4 MTA നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ ടഫ്ലോൺ ടേപ്പൊന്നും അകത്ത് ക്രോസിംഗ് ഒന്നും ആയിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ടൈറ്റ് ചെയ്യണം. സ്റ്റോക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ബ്രാസ് ത്രെഡ് MD ആണ്. നേരത്തെ വന്നത് 3/4 കരയാണ്. ഇത് വരുമ്പോൾ 3/4 ഇഞ്ചിൻ്റെ ബ്രാസ് ത്രെഡ് MD ആണ്. ഇത് ടൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 2 MD ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ കാണുമ്പോൾ ഫസ്റ്റ് ടാങ്കിലാണ്. അതിൻ്റെ ആംഗിൾ വാൽവ് റെഡി എൽബോ ടൈറ്റ്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ഇടത് സൈഡാണ് നമ്മൾ ഇതിൻ്റെ ആംഗിൾ വാൽവ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിലത്തെ ഹോൾ നമ്മൾ അടക്കുകയാണ്. ഇതാണ് നമ്മുടെ ആംഗിൾ വാൽവ്. ഇത് നമുക്ക് വരുമ്പോൾ ഇതുപോലെ ത്രെഡ് ടൈപ്പാണ്. ഇത് നമ്മൾ ക്ലോസ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രഷർ പമ്പ് വെച്ചൊക്കെ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ പൈപ്പിനകത്തുള്ള പൊടിയെല്ലാം ഈ ഫ്ലഷ് ടാങ്കിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ താഴോട്ടാണ് ഇട്ടിട്ടുള്ളത്. നമ്മളെ സ്റ്റോക്ക് വർക്ക് താഴെന്നാണ് കയറുന്നത്. അതിനാണ് നമ്മൾ ചിലപ്പോൾ താഴോട്ട് വെച്ചിട്ടുള്ളത്. കണക്ഷൻ ട്യൂബ് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ഒടിയാതെ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ഫ്ലെക്സ് സ്വിച്ചിൻ്റെ ട്യൂബാണ്. ഇതൊക്കെ കറക്റ്റാണ് വർക്കിംഗ് ആണെന്നൊന്ന് ചെക്ക്. ടാങ്കെല്ലാം നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അകത്ത് കൺസീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മച്ചാമാരെ, ഇവിടെയാണ് നമ്മൾ ഫ്ലഷ് ടാങ്ക് ഉറപ്പിക്കുന്നത്. നമ്മളിവിടെയാണ് ഈ സോക്കറ്റ് സൈഡ് പീസാണ് പൊക്കി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുമ്പോൾ 4x3 ബുഷ് നമ്മൾ അതിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ടാങ്കിൻ്റെ എൽബോയുടെ ഹൈറ്റ് എന്ന് വെച്ചാൽ 10 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫിനിഷിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടണം. ഇപ്പോൾ 11 ഇഞ്ചുണ്ട്. നമുക്കിനി ഒരു 1 ഇഞ്ച് കട്ട് ചെയ്യണം ഇതിന്. അപ്പോൾ നമ്മൾ ബെൻഡ് കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ വരുന്ന ഈ പൈപ്പ് ഇങ്ങനെ ഉരുകിയ ഭാഗങ്ങളുണ്ട്. അതൊന്ന് നമ്മൾ ഇതേപോലെ ബ്ലൈഡ് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. വെക്കാം. നടന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 10 ഇഞ്ചുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ ബെൻഡ് സ്ട്രൈറ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ലെവലെടുത്ത് വെച്ചിട്ട് ഈ സൈഡും അളന്ന് നോക്കണം. ഈ 2 സൈഡ് ഒരേപോലെ ആണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് സ്ട്രൈറ്റ് ആണ്. നമ്മളെ ഫസ്റ്റ് ടാങ്ക് എടുത്ത് വെക്കണം. ഇതിൻ്റെ അടിയിൽ നമുക്കൊരു സപ്പോർട്ടും ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം. ഇതൊരു ലോക്കിംഗ് ആണ്. ഇത് ചാലിനകത്ത് ഇറക്കിയിട്ട് താഴോട്ട് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ലോക്കായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അടിയിലെത്ത് വരുന്ന ലോക്ക്. ഇത് നമ്മളിപ്പോൾ ഇടുന്നില്ല, നമ്മൾ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രിൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് 10 mm ബിറ്റാണ്. നമുക്കിതിൻ്റെ കൂടെ വരുന്ന ഫിഷറും 10 mm ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ എല്ലാ ഫിഷറും എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടാങ്ക് വയ്ക്കുകയാണ്.
ഇതാണ് അടിയിലത്തെ ലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ബോൾട്ടെല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ടാങ്ക്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ മട്ടത്തിനാണ് ഫസ്റ്റ് ടാങ്ക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതിൽ പ്ലംബിങ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിൻ്റെ റാക്ക് ബോൾട്ട് ഇത് വെക്കുകയാണ്. ഇതിൽ നമുക്ക് വരുമ്പോൾ 9 ഇഞ്ചിലാണ് നമുക്ക് വെക്കേണ്ടത്, അതായത് പുറത്തുള്ള ഹോളിൽ. നമ്മൾ CPC പൈപ്പിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ STR 11 പൈപ്പിട്ട് ചെയ്യുന്നത്. അപ്പോൾ മച്ചാൻ നമ്മൾ ഹീറ്ററിൻ്റെ കോൾഡ് വാട്ടർ ലൈൻ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഉറപ്പിക്കാൻ പോവുകയാണ്. റെഡ്യൂസറിൻ്റെ ബാക്കിൽ നമ്മൾ ചാന്തടിച്ചിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കാണുമ്പോൾ ഫ്ലഷ് ടാങ്കിലേക്കുള്ള ലൈന് ചെയ്യുകയാണ്. അത് നമ്മൾ സ്റ്റോക്കൊക്കെ ചെയ്യുന്നുണ്ട്, ലൈന് താഴോട്ട് പോകണം. നമ്മൾ സ്റ്റോക്കൊക്കെ വേണ്ടിയിട്ടുള്ള എൽബോയാണ് നമ്മൾ താഴെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റോക്കൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ 2 45 ഇട്ടിട്ട് ഇതിനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒതുക്കിയാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ കല്ല് കെട്ടി പോകാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി ലൈൻ ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ നമ്മളിവിടെ വാഷ് ബേസിൻ്റെ ലൈനും ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മളൊരു ടീ ഇട്ടിട്ടുണ്ട്. അത് നമ്മളെ ഹെൽത്ത് ഹൗസിന് വേണ്ടി ഒരു റെഡ്യൂസർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പോകുന്നത് നമ്മൾ ഹാളിലത്തെ വാഷ് ബേസിൻ്റെ ഒരു ലൈനാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡൈവേർട്ട് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഡൈവേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കിനി ഇവിടെ ഹോട്ട് വാട്ടർ ഉണ്ട്. ഹോട്ട് വാട്ടർ നമുക്കിവിടെ ക്രോസിങ് വരും. അപ്പോൾ നമുക്ക് ആദ്യം ക്രോസ് ബെൻഡ് വെച്ച് സെറ്റ് ചെയ്യാം. നമ്മളിപ്പം ഡൈവേർട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് തറയിൽ നിന്ന് നമുക്ക് സെൻറ്ററിൽ ഒരു 1.25 കിട്ടാൻ കണക്കിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈൽസ് ഒട്ടിച്ചിട്ട് വരുമ്പോൾ കറക്റ്റ് ഒരു 1.20 നമ്മൾ ഫിനിഷിംഗ് ലെവലിൽ കിട്ടും. നമുക്ക് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡൈവേർട്ടർ ഈ കാണുമ്പോൾ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന നെറ്റുണ്ടല്ലോ, അത് ഈ ചെമ്മൻ മട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഹീറ്ററിൻ്റെ ലൈൻ ഒട്ടിക്കാം, ഹോട്ട് വാട്ടറിൻ്റെ. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ വാട്ടർ ഹീറ്ററിൻ്റെ 2 പോയിന്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഷവറിൻ്റെ പോയിന്റാണ് ഉറപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ഷവറിൻ്റെ പോയിന്റ് നമ്മൾ ചാന്ത് വെച്ചെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ കാണുമ്പോൾ ഡൈവേർട്ടിൻ്റെ സ്പൗട്ടാണ്. അപ്പോൾ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തലേന്ന് 75 സെൻറ്റിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ടൈൽസൊക്കെ ഇട്ട് വരുമ്പോൾ ഫിനിഷിങ്ങിന് നമുക്ക് ഒരു 70 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ മച്ചാവരെ നമ്മൾ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പ്രഷർ പമ്പ് ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ പ്ലഗിൽ ടഫ്ലൈൻ ഇട്ട് എല്ലാ പോയിന്റ് എല്ലാം പ്ലഗ് ചെയ്യാണ്. എല്ലാം നമ്മൾ ഇത് ഈ കാണുമ്പോൾ പ്ലഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രഷർ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ 10 ബാറിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ പോയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പുറത്ത് നമ്മൾ ആദ്യം പ്ലംബിങ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എൻ്റെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പൈപ്പിൽ. വേറെ ലൈനൊന്നും വേറെ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കേജ് താന്നിട്ടുണ്ടാവും. ഉണ്ടാ ഇപ്പം താന്നിട്ടുണ്ട് കേജ്. നമുക്കൊന്നുകൂടെ പ്രഷർ കയറ്റണം. നമുക്ക് സ്റ്റോക്കൊക്കെ തുറക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കോക്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വന്ന് നമുക്ക് വെള്ളം നിൽക്കും. നമ്മൾ ആദ്യമേ ആംഗിൾ വേണ്ട അകത്ത് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കേജ് താന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണും പോലെ 10 കേജിൽ നമ്മൾ പ്രഷർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂറാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ ലീക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ കാണും പോലെ കൺസിലിൻ്റെ ചാലെല്ലാം നമുക്ക് ചാന്തിട്ട് അടയ്ക്കാനുണ്ട്. അതുപോലെ ഈ ഫ്ലഷ് ടാങ്ക് നമ്മൾ കെട്ടിയെടുക്കും. ഇനി അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. केरला की नंबर 2 मैं नंबर 1. അപ്പോൾ മച്ചാൻ നമ്മൾ പ്രഷർ കഴിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഇട്ടത്. ഇപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ തന്നെ പോയിൻ്റ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് ഇതിനെ ഇളക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ഡൈവേർട്ടറിൻ്റെ ഈ കവറെല്ലാം വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചാന്തിട്ട് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ചെപ്പലിൽ കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുക്കണം. നമ്മൾ ഈ കാണും പോലെ നമ്മൾ ചാന്തെല്ലാം അടിച്ച് ലെവലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ വീട്ട് നമ്മൾ അച്ചമ്പലോട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാമാർ നമ്മളെല്ലാം ചാന്ത് വെച്ച് ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ടാങ്ക് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ 2 സൈഡ് നമ്മൾ ഈ വരച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു വീതിക്കാണ് നമ്മൾ ഫസ്റ്റ് ടാങ്ക് കെട്ടുന്നത്. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഫസ്റ്റ് ടാങ്കിലെല്ലാം ഈ കാണും പോലെ തെർമോക്കോളിൽ ചാന്തെല്ലാം നമ്മൾ വെച്ച് പാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ആണ്. അതായത് നമ്മൾ ഷവർ ഏരിയയിൽ വരുന്ന ഡൈവേർട്ടറും അതുപോലെ നമ്മൾ കൺസീലർ ഫസ്റ്റ് ടാങ്ക് ഉറപ്പിക്കുന്നത്, അത് കെട്ടുന്നതും കാണിച്ചു. പിന്നെ സ്റ്റോക്കൊക്കെ വയ്ക്കുന്നതും എല്ലാം നമ്മൾ കാണിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.